യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് യൂദാസ് ഇസ്കരിയോത്ത്. ആരാണ് ഇദ്ദേഹം? എന്തിനാണ് ഇദ്ദേഹം വിശ്വാസവഞ്ചന ചെയ്തത്? എന്തിനാണ് യേശുവിനെ ചുംബിച്ച് കാണിച്ചു കൊടുത്തത്? അവസാനം കുറ്റബോധം കൊണ്ട് എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യൂദാസിന്റെ അപ്പന്റെ പേര് സീമോൻ എന്നായിരുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:71 വ്യക്തമായി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. സീമോൻ ഇസ്കരിയോത്തിന്റെ മകനായ യൂദാസ് എന്നാണ് ബൈബിൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. യൂദാസ് ഇസ്കരിയോത്ത് എന്നത് 2 വാക്കാണ്. യൂദ എന്നത് സ്തുതി എന്ന് അർത്ഥം. ഇസ്കരിയോത്ത് എന്നത് യൂദായുടെ സ്വന്തം സ്ഥലപ്പേരാണ്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പിതാവിന്റെ ഇഷ്ടമനുസരിച്ചാണ് തിരഞ്ഞെടുത്തത്. യൂദായെയും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ യൂദാസ് ഒരു മത്സ്യത്തൊഴിലാളി ആയിരുന്നില്ല, മറിച്ച് നല്ല വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടായിരിക്കും ശിഷ്യന്മാരുടെ ഇടയിൽ പണക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ട്രഷറർ സ്ഥാനത്തേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. ശിഷ്യന്മാർക്ക് ലഭിച്ചിരുന്ന ദാനങ്ങളും അവരുടെ ദൈനംദിന ചിലവുകൾക്കുള്ള പണവും അടങ്ങിയ സഞ്ചി സൂക്ഷിച്ചിരുന്നത് യൂദാസ് ആയിരുന്നു. യോഹന്നാൻ 13:29 അനുസരിച്ച് ആവശ്യമുള്ളത് വാങ്ങുവാനും ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനും ഇദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പദവി അദ്ദേഹം സ്വന്തം ലാഭത്തിനായി ദുരുപയോഗം ചെയ്തിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:6 പറയുന്നത് യൂദാസ് ഒരു കള്ളനായിരുന്നു എന്നും സഞ്ചിയിൽ നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്ന് അദ്ദേഹം മോഷ്ടിക്കാറുണ്ടായിരുന്നു എന്നുമാണ്. യൂദാസ് യേശുവിൽ നിന്നും ഒന്നും പഠിച്ചില്ല. അവന്റെ ചിന്ത മൊത്തവും പണം എന്നതായിരുന്നു. ഒരിക്കൽ ബെഥന്യായിൽ വെച്ച് ഒരു സ്ത്രീ വിലയേറിയ ജടാമാംസി തൈലം യേശുവിന്റെ പാദത്തിൽ ഒഴിച്ച സമയത്ത് യൂദാസ് അതിനെ ശക്തമായി എതിർത്തു. ഈ തൈലം 300 വെള്ളിക്കാശിനു വിറ്റ് പാപങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ? ഇത് പാപങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അത്രയും വലിയൊരു തുക തന്റെ പക്കലുള്ള സഞ്ചിയിൽ എത്തിയില്ലല്ലോ എന്ന നിരാശയായിരുന്നു യൂദാസിന്. ആത്മീയമായ ഒരു പ്രവൃത്തിയെപ്പോലും പണത്തിന്റെ മൂല്യത്തിൽ അളക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. യേശു തന്റെ 3.5 വർഷത്തിൽ യൂദായാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഒരിടത്തും പറഞ്ഞില്ല. എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത്, അതായത് അവസാന ആഴ്ചയിലായിരുന്നു ആരാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയത്. അന്ത്യ അത്താഴത്തിനു മുമ്പ് യേശു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദാസിന്റെ പാദങ്ങളും കഴുകിയിരുന്നു. അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ എല്ലാവരുമല്ല. തന്നെ വഞ്ചിക്കാൻ പോകുന്നവന്റെ ഉള്ളിലിരിപ്പ് യേശു അറിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവുകളായിരുന്നു ഈ വാക്കുകൾ. യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ ഒറ്റിക്കൊടുപ്പാൻ പോകുന്നു എന്ന് യേശു വെളിപ്പെടുത്തി. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ റബ്ബി, അത് ഞാനോ എന്ന് ചോദിച്ച യൂദാസിനോട് അത് നീ തന്നെ എന്ന് യേശു മറുപടി നൽകി. മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് യേശു അരുൾ ചെയ്തു. ഇത് യൂദാസിന് തിരുത്താനുള്ള അവസാന അവസരമായിരുന്നു. ഈ യൂദാസിനെ കുറിച്ച് ബൈബിളിൽ എന്തു പറയുന്നു എന്ന് നോക്കാം. 1. യൂദാ നാശയോഗ്യനാണ്. ഇത് യോഹന്നാൻ 12:11 പറയുന്നു. 2. യൂദാസ് ഒരു കള്ളനാണ്. ഇത് യോഹന്നാൻ 12:6 പറയുന്നുണ്ട്. 3. യൂദാസ് ദ്രോഹിയാണ്. ഇത് ലൂക്ക 6:16 പറയുന്നുണ്ട്. 4. യൂദാസ് പിശാചാണ്. ഇത് യോഹന്നാൻ 6:70 നിങ്ങളിൽ ഒരുത്തന് പിശാചുണ്ട് എന്ന് യേശു പറയുന്നു. പുറത്ത് ഒറ്റ നോട്ടത്തിൽ യൂദാസ് യേശുവിന്റെ ശിഷ്യനെന്നാലും യേശുവിനോട് യൂദാസിന് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ലായിരുന്നു. യോഹന്നാൻ 13:25 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ യേശു അപ്പക്കഷ്ണം മുക്കിയെടുത്ത് യൂദാസിന് കൊടുത്തു. ഉടൻ തന്നെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. അപ്പോൾ യേശു അവനോട്, നീ ചെയ്യാൻ ആലോചിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ചരിത്രരേഖകൾ പ്രകാരം പുരോഹിതന്മാർ യൂദാസിനെ സമീപിക്കുകയല്ല ചെയ്തത്, മറിച്ച് യൂദാസ് സ്വമേധയ അവരുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 26:15 പറയുന്നത് പ്രകാരം അദ്ദേഹം പുരോഹിതരോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ഈ ചോദ്യം അവന്റെ ഉള്ളിലെ കൃത്യമായ വിലപേശൽ വെളിപ്പെടുത്തുന്നു. ഒടുവിൽ യൂദാസിന്റെ വിലപേശലിന് പുരോഹിതന്മാർ നൽകിയ പ്രതിഫലം 30 വെള്ളി നാണയങ്ങളായിരുന്നു. യൂദാസ് ഇസ്കരിയോത്തയുടെ വഞ്ചന അതിന്റെ പൂർണ്ണതയിലെത്തിയത് ഗെത്സമനെ തോട്ടത്തിൽ വെച്ചായിരുന്നു.
യേശുവും ശിഷ്യന്മാരും അന്ത്യ അത്താഴത്തിനു ശേഷം പ്രാർത്ഥനയ്ക്കായി പതിവായി പോകാറുള്ള ഒലിവ് മലയിലെ ഗെത്സമനെ തോട്ടത്തിൽ എത്തിയതായിരുന്നു. യേശു അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ഏറെ ഇരുട്ടിയിരുന്നു. ആ സമയം ഇരുട്ടിൽ പന്തങ്ങളും ആയുധങ്ങളുമായി ഒരു വലിയ സംഘം പടയാളികളെയും കൂട്ടി യൂദാസ് അവിടെ എത്തി. ഇരുട്ടായതിനാൽ യേശുവിനെ തിരിച്ചറിയാൻ പടയാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി യൂദാസ് ഒരു അടയാളം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അയാളെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, അവനെ പിടിച്ചുകൊള്ളുക എന്നതായിരുന്നു ആ അടയാളം. ഇത് മർക്കോസ് 14:44 നമുക്ക് കാണാം. യൂദാസ് യേശുവിന്റെ അടുത്ത് ചെന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു. അപ്പോൾ യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നവനെ പോലും യേശു അപ്പോഴും സ്നേഹിത എന്നാണ് വിളിച്ചത്. അതിനുശേഷം ആ ചോദ്യത്തിന് മറുപടി യേശു തന്നെ പറയുന്നു, യൂദാസേ, നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണോ? യൂദാസിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ യേശു ആഗ്രഹിച്ചില്ല. യൂദാസിന്റെ അടയാളം കിട്ടിയ ഉടനെ പടയാളികൾ യേശുവിനെ പിടികൂടി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയപ്പോൾ യൂദാസ് തന്റെ ദൗത്യം പൂർത്തിയാക്കി അവിടെ നിന്നു. എന്നാൽ യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ യൂദാസിനെ വേട്ടയാടിയ കുറ്റബോധമാണ് അവനെ മരണത്തിലേക്ക് നയിച്ചത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 10 വരെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യൂദാസ് താൻ വാങ്ങിയ 30 വെള്ളി നാണയങ്ങൾ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഈ കാശ് വേണ്ട. എന്നാൽ അവർ അത് സ്വീകരിച്ചില്ല. നിരാശനായ യൂദാസ് ആ പണം ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞതിനു ശേഷം പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. ഈ പണം രക്തവിലയായതിനാൽ ദേവാലയ ഭണ്ഡാരത്തിലിടാൻ പാടില്ലെന്ന് പുരോഹിതന്മാർ തീരുമാനിച്ചു. അവർ ആ പണം കൊണ്ട് പരദേശികളെ അടക്കം ചെയ്യാനായി കുശവന്റെ നിലം വാങ്ങി. അത് ഇന്നും രക്തനിലം എന്നറിയപ്പെടുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 18 മുതൽ 19 വരെ ഇങ്ങനെ വിവരിക്കുന്നു. യൂദാസ് തന്റെ വഞ്ചനയുടെ പ്രതിഫലം കൊണ്ട് ഒരു നിലം സമ്പാദിച്ചു. അവിടെ അവൻ തലകീഴായി വീണ് നടു പിളർന്ന് കുടലൊക്കെയും പുറത്തു വന്നു മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വിവരണങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ യൂദാസ് കെട്ടിത്തൂങ്ങി മരിക്കുകയും പിന്നീട് ആ മൃതദേഹം താഴെ വീണ് നടുപിളർന്ന രീതിയിലാവുകയും ചെയ്തു എന്നാണ് പല വ്യാഖ്യാതകരും കരുതുന്നത്. യൂദാസിന്റെ മരണം വെറുമൊരു ആത്മഹത്യയിൽ എന്നതിലുപരി വലിയൊരു ദുരന്തത്തിന്റെ അടയാളമാണ്. പത്രോസ്ലീഹ യേശുവിനെ തള്ളി പറഞ്ഞിരുന്നു. എന്നാൽ പത്രോസ് പശ്ചാത്തപിച്ച് തിരികെ വന്നപ്പോൾ യൂദാസ് നിരാശയിലേക്ക് കീഴടങ്ങി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വഞ്ചനയുടെയും അതിനെ തുടർന്നുണ്ടാകുന്ന തീരാത്ത കുറ്റബോധത്തിന്റെയും പ്രതീകമായി യൂദാസ് ഇസ്കറിയോത്തയുടെ അന്ത്യം ചരിത്രത്തിൽ അവശേഷിക്കുന്നു.